Good afternoon, wonderful listeners. This is your RJ Prathana P, your host, dose, and your dose of the energy on the radio program Chinmaya Dwani. Get ready for an exciting event filled with music, devotion, and smile. Let's get started with the spirit of divinity. To begin with Tamil devotional song by Adisri, Durga, and Shreya of class 6th. श्रीचक्रराजसिंहासनेश्वरी श्रीललिताम्बिके श्रीचक्रराजसिंहासनेश्वरी श्रीललिताम्बिके भुवनेश्वरी श्रीचक्रराजसिंहासनेश्वरी श्रीललिताम्बिके भुवनेश्वरी आगमवेदकलामयरूपिणी आगमवेदकलामयरूपिणी अखिलचराचर जननी नारायणी नागकङ्कण नटराजमनोहरी नागकङ्कण नटराजमनोहरी ज्ञानविद्येश्वरी राजराजेश्वरी ज्ञानविद्येश्वरी राजराजेश्वरी श्रीचक्रराजसिंहासनेश्वरी श्रीललिताम्बिके பலவிதமாயுன்னை ஆடவும் பாடவும் பலவிதமாயுன்னை ஆடவும் பாடவும் பாடிக்கொண்டாடும் அன்பா பலமத சூடவும் பாடிக்கொண்டாடும் அன்பா பலமத சூடவும் உலகம் முழுதும் ஏனாதகமுற காணவும் உலகம் முழுதும் ஏனாதகமுற காணவும் ஒரு நிலை தருவாய் காஞ்சி காமேஸ்வரி ஒரு நிலை தருவாய் காஞ்சி காமேஸ்வரி श्रीचक्रराजसिंहासनेश्वरी श्रीललिताम्बिके உழந்து திரிந்து என்னை உத்தமனாக்கி வைத்தாள் உழுந்து திரிந்து என்னை உத்தமனாக்கி வைத்தார் உயரிய பெரியோனுடன் ஒன்றிட கூட்டி வைத்தார் உயரிய பெரியோனுடன் ஒன்றிட கூட்டி வைத்தார் நிழலின தொடர்ந்த முன்னோன் கொடுமை நீக்க செய்தார் நிழலின தொடர்ந்த முன்னோன் கொடுமை நீக்க செய்தார் நித்ய கல்யாணி பவானி பத்மேஸ்வரி श्रीचक्रराजसिंहासनेश्वरी श्रीललिताम्बिके தும்பக்குடத்திலிட்டு தூயவனாக்கி வைத்தாள் தும்பக்குடத்திலிட்டு தூயவனாக்கி வைத்தாள் தொடர்ந்த ஒரு மாயினிக்கு பிறந்த பயனே தந்தாள் தொடர்ந்த உன் மாயினிக்கு பிறந்த பயனே தந்தாய் அன்பை புகத்தி உந்தன் ஆடலை காண செய்தார் அன்பை புகத்தி உந்தன் ஆடலை காண செய்தார் அடைக்கலம் நீயே அம்மா அடைக்கலம் நீயே அம்மா அகிலாண்டேஸ்வரி அடைக்கலம் நீயே அம்மா அகிலாண்டேஸ்வரி श्रीचक्रराजसिंहासनेश्वरी श्रीललिताम्बिके श्रीचक्रराजसिंहासनेश्वरी श्रीललिताम्बिके भुवनेश्वरी आगमवेदकलामयरूपिणी
ആഗമവേദ കലാമയ രൂപിണി അഖില ചരാചര ജനനി നാരായണി നാഗകങ്കണ നടരാജ മനോഹരി നാഗകങ്കണ നടരാജ മനോഹരി ജ്ഞാനവിദ്യേശ്വരി രാജരാജേശ്വരി ജ്ഞാനവിദ്യേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജസിംഹാസനേശ്വരി ശ്രീലളിതാംബികേ. Such a beautiful rendition. It touched every corner of the soul. Thank you, dear friends. Now it's time to listen to a talk in Malayalam by Jenia from class 9th on the topic self-control. നമസ്കാരം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല വ്യാപാരങ്ങൾക്കും പലപ്പോഴും തടസ്സം വെക്കുന്ന ഒന്നാണ് കോപവും എടുത്തുചാട്ടവും. മേലുദ്യോഗസ്ഥൻ തന്നെ തെറ്റിദ്ധരിച്ചതിൻ്റെയും ശാസിച്ചതിൻ്റെയും പക അയാൾക്കുണ്ടായിരുന്നു. ധാർമ്മിക രോഷം ഉള്ളിൽ ആളിക്കത്തി പ്രശ്നപരിഹാരത്തിന് ഗുരുവിൻ്റെ മുൻപിലെത്തിയപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ അയാൾക്കെതിരെ അധികാരികൾക്ക് പരാതി നൽകൂ, ശക്തമായ ഭാഷയിൽ എഴുതണം. അയാൾ ഉടൻ വളരെ വൈകാരികവും പ്രതിഷേധ സൂചകവുമായ ഒരു കത്തെഴുതി. പൂർത്തിയായപ്പോൾ ഗുരു പറഞ്ഞു, ഉടൻ അയക്കണം. അയാൾ ഗുരുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഇത് അയക്കണമെന്നില്ല. ദേഷ്യമടങ്ങി. സ്വയം പ്രതിരോധ മാർഗങ്ങൾ പോലെ പ്രസക്തമാണ് സ്വയം നിയന്ത്രണ മാർഗങ്ങളും. എല്ലാ പ്രതികരണങ്ങളും അതിരുവിടുമ്പോഴോ ആത്മനാശകരമാകുമ്പോഴോ ന്യായീകരണം പ്രകോപിപ്പിക്കപ്പെട്ടതുകൊണ്ട് ചെയ്തു എന്നാണ്. സ്വയം നിയന്ത്രണ ശേഷിയുള്ള ഒരാളെയും ഒന്നിനും പുറത്തുനിന്ന് തകർക്കാൻ കഴിയില്ല. പ്രകോപിതനോ ആകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സ്വന്തം മനോവ്യാപാരങ്ങൾക്കുമേലുള്ള അധീശത്വം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. എല്ലാറ്റിനെയും പ്രതിഷേധിച്ച് തോൽപ്പിക്കാനാകില്ല. ആണി കൊണ്ടതിൻ്റെ പേരിൽ ആണിക്കിട്ട് തൊഴിച്ചാൽ എന്താകും ഫലം? സ്വന്തം വികാരങ്ങളെ ഫലപ്രദമായി പ്രകടിപ്പിക്കുകയും വേണം. അടക്കി വെച്ചാൽ എന്നെങ്കിലും ഭയാനകരമായി പൊട്ടിത്തെറിക്കും. സ്വകാര്യ പ്രതിഷേധമാണ് ഒന്നാമത്തെ മാർഗം. രഹസ്യമായി പൊട്ടിത്തെറിച്ചാൽ ആകസ്മികമായി രൂപപ്പെട്ട വൈകാരിക വിക്ഷോഭത്തിൽ നിന്ന് പുറത്തു കടക്കാം. സ്വന്തം വൈഷമ്യങ്ങളെ മനസ്സമാധാനത്തോടെ നേരിടാൻ കഴിയുന്ന ഒരു രഹസ്യ സങ്കേതം എല്ലാവർക്കും ആവശ്യമാണ്. സമയം അനുവദിക്കുക എന്നതാണ് രണ്ടാമത്തെ മാർഗം. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾക്ക് പ്രഹരശേഷി കൂടും. വീണ്ടും വിചാരമില്ലാത്ത അത്തരം കർമ്മങ്ങൾ സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഉപദ്രവകരമാകും. എടുത്തുചാട്ടങ്ങളാണ് അതിലേക്ക് നയിച്ച പ്രകോപന സാഹചര്യങ്ങളെക്കാൾ അപകടകരം. അംഗീകരിക്കുക എന്നതാണ് അടുത്ത മാർഗം. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം മറ്റൊരാൾക്ക് പെരുമാറാനാകില്ല. ഓരോരുത്തരെയും അവരുടെ സ്വഭാവ രീതികളോടെ സ്വീകരിക്കുകയും എല്ലാവിധ പെരുമാറ്റ ശൈലികളോടും സ്വയം പൊരുത്തപ്പെടുകയും ചെയ്യുകയാണ് എളുപ്പവഴി. അനാരോഗ്യകരമായവയെ അവഗണിക്കാനും അനാവശ്യമായവയെ അകറ്റി നിർത്താനും പഠിക്കണം. നന്ദി. Thank you, Jenia, for sharing your valuable insights. Up next, we have a beautiful devotional melody that will fill your heart with peace and tranquility. Sit back and get engrossed. Over to Aradhya from class 6th. പാട്ടുണ്ട് പാട്ടിൽ നിറയെ അമ്മയുണ്ട് കൊല്ലൂര് വാഴുന്ന ദേവി മൂകാംബിക കഷ്ടകാലങ്ങളിൽ കൂട്ടുണ്ട്. വിണ്ണിലുണ്ട് മണ്ണിലുണ്ട് കണ്ണീരകറ്റുന്നൊരമ്മയുണ്ട്. കൊല്ലൂര് വാഴുന്ന ദേവി മൂകാംബിക എന്നിലും നിന്നിലും കാവലുണ്ട്. കൊട്ടുണ്ട് പാട്ടുണ്ട് പാട്ടിൽ നിറയെ അമ്മയുണ്ട് കൊല്ലൂര് വാഴുന്ന ദേവി മൂകാംബിക കഷ്ടകാലങ്ങളിൽ കൂട്ടുണ്ട്. കാരുണ്യരൂപിണി ദേവിക്ക് മുമ്പിൽ ഞാൻ കാണിക്ക വെച്ചിടുന്നു. കാരുണ്യരൂപിണി ദേവിക്ക് മുമ്പിൽ ഞാൻ കാണിക്ക വെച്ചിടുന്നു. കാലങ്ങളായി ഞാൻ മൂകാംബികെ നിന്നെ കാണുവാനായി അടങ്ങിടുന്നു. കാലങ്ങളായി ഞാൻ നിന്നെ മൂകാംബികെ കാണുവാനായി അടങ്ങിടുന്നു. കൊട്ടുണ്ട് പാട്ടുണ്ട് പാട്ടിൽ നിറയെ അമ്മയുണ്ട് കൊല്ലൂര് വാഴുന്ന ദേവി മൂകാംബിക കഷ്ടകാലങ്ങളിൽ കൂട്ടുണ്ട്. മൂവന്തി മേഘങ്ങൾ അമ്മ തന്മേൽ ഞാൻ കുങ്കുമം പൂശിടുന്നു. മൂവന്തി മേഘങ്ങൾ അമ്മ തന്മേൽ കുങ്കുമം പൂശിടുന്നു. ഭൂലോകവാണിനി ദേവി ഭഗവതി സങ്കടമെല്ലാം അകറ്റിടുന്നു. ഭൂലോകവാണിനി ദേവി ഭഗവതി സങ്കടമെല്ലാം അകറ്റിടുന്നു. കൊട്ടുണ്ട് പാട്ടുണ്ട് പാട്ടിൽ നിറയെ അമ്മയുണ്ട്
കൊല്ലൂരെ വാഴുന്ന ദേവി മൂകാംബിക കഷ്ടകാലങ്ങളിൽ കൂട്ടുണ്ട്. വിണ്ണിലുണ്ട് മണ്ണിലുണ്ട് കണ്ണീരകറ്റുന്നൊരമ്മയുണ്ട്. കൊല്ലൂരിൽ വാഴുന്ന ദേവി മൂകാംബിക വിണ്ണിലും നിന്നിലും കാവലുണ്ട്. കൊട്ടുണ്ട് പാട്ടുണ്ട് പാട്ടിൽ നിറയെ അമ്മയുണ്ട്. കൊല്ലൂരിൽ വാഴുന്ന ദേവി മൂകാംബിക കഷ്ടകാലങ്ങളിൽ കൂട്ടുണ്ട്. കഷ്ടകാലങ്ങളിൽ കൂട്ടുണ്ട്. Thank you, Aradhya, Agna, and Ashika for such a soulful performance. Now, let's welcome Vidhi Sahana of Class 11 for a talk about the amazing and incredible creature. Let's hear from her. Welcome to today's Nature Corner. Let's take a moment to talk about a tiny yet incredible creature that plays a huge role in our lives: bees. Bees are not just buzzing around for fun. These hardworking insects are responsible for pollinating about 75% of the crops we eat, including fruits, vegetables, and nuts. Without them, our place would look pretty empty. But here's the sad news: bees are in danger. Factors like pesticide use, climate change, and habitat loss are causing their numbers to decline. Without bees, plants wouldn't get pollinated, which could lead to a food shortage and harm ecosystem. So, what can we do? Here's a few simple steps. Plant flowers. Grow native bee-friendly plants in your garden. Avoid pesticides. Use natural alternatives to keep pests away. Support local honey farmers. This helps promote sustainable beekeeping. Remember, protecting bees means protecting our future. Let's all do our part to keep these buzzing friends safe. Stay curious and keep caring for our planet. Thank you, Vidhi Sahana, for that awareness. It's really a point to act and take necessary steps. The next item lined up for all of us is a solo by Sri Kashika of Class 6 with a wonderful recitation of poem in Malayalam. പൂക്കുന്നിതാ മുല്ലപ്പൂ കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. ആഹ പൂക്കുന്നിതാ മുല്ലപ്പൂ കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. എല്ലാടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു. ഉല്ലാസമീ നീണ്ട കൂകൂലവർത്താൽ എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ. ഉല്ലാസമീ നീണ്ട കൂകൂലവർത്താൽ എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ. പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ പാടിപ്പറന്നെത്തി തത്തയെല്ലാം. പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളെ പാടിപ്പറന്നെത്തി തത്തയെല്ലാം. കേടറ്റ നെല്ലിൽ കതിർക്കാമ്പ് കൊത്തി കൂടാർന്ന ദിക്കോർത്തു പോകുന്നു വാനിൽ. ഉല്ലാസമീ നീണ്ട കൂകൂലവർത്താൽ എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ. ഉല്ലാസമീ നീണ്ട കൂകൂലവർത്താൽ എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ. ചന്തം ധരക്കേറെയാ ശീതവും പോയന്തിക്കു പൂങ്കാവിലാളേറെയായി. ചന്തം ധരക്കേറെയാ ശീതവും പോയന്തിക്കു പൂങ്കാവിലാളേറെയായി. സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം. നഖത്തിൽ നിന്നോമെനെ നിന്നെ വീട്ടി ലോകത്തിൽ ആനന്ദമേകുന്നിതീശൻ. ഈ കൊല്ലമീ നിന്റെ പാദം തൊഴാം ഞാൻ. പോകല്ലേ പോകല്ലേ പൂക്കാലമേനി പോകല്ലേ പോകല്ലേ പൂക്കാലമേനി. It was a beautiful presentation. The essence of the poem truly touched the heart. Thank you, Sri Kashika. Here is an excitement waiting for you all. Naz of Class 10 will sing an heart-wrenching song on motherly love accompanied by Arun Raj of Class 10 with his guitar. Stay tuned and enjoy this beautiful song.
inspiring. The emotion in the song touched every heart. Thank you, Naza and Arun Raj. Now, it's time to wrap up the program. I'll meet you in the next episode with vibrant music, fun and frolic, and many more. Till then, stay healthy and keep safe. This is Pratana P, your favorite RJ, winding up.